വർക്ക് എനർജി പവർ പാർട്ട് 2. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് നോക്കാം. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ചെയ്യപ്പെടുന്ന വർക്ക് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെങ്കിൽ, ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, പാത്തിന് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അത്തരം ഫോഴ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മുതലായവ. ഇനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്. ഫോഴ്സ് ചെയ്യപ്പെടുന്ന വർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് മുതലായവ. എന്താണ് മാസ് എനർജി റിലേഷൻ? E is equal to mc² ആണെന്ന് അറിയാം. അതിൽ E എനർജി ആണ്, m മാസ് ആണ്, c വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, c യുടെ വാല്യൂ 3 × 10⁻⁸ m/s ആണ്. Elastic collision in which momentum and kinetic energy is conserved. മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസർവ് ചെയ്യുന്ന കൊളീഷനെയാണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും മൊമെന്റവും കൈനറ്റിക് എനർജിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വിച്ച് മൊമെന്റം ഈസ് കൺസർവ്ഡ് ബട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസർവ്ഡ്. മൊമെന്റം കൺസർവ് ചെയ്യുന്നുണ്ട്, എന്നാൽ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യാത്ത കൊളീഷൻസ്, കൂട്ടിമുട്ടലുകൾ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പൊ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യുന്നില്ല, എന്നാൽ മൊമെന്റം എന്ത് ചെയ്യുന്നുണ്ട്? കൺസർവ് ചെയ്യുന്നുണ്ട്. നോക്കാം, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്യുന്നു, m1ഉം അതുപോലെ തന്നെ m2ഉം. അവ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആണ് u1ഉം u2ഉം. അവ തമ്മിൽ ഇവിടെ എത്തുമ്പോൾ കൂട്ടിമുട്ടുന്നു, കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്തതിനു ശേഷം m1 v1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ m2 v2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് നമ്മൾ മൊമെന്റം കൺസർവേഷൻ നോക്കും, കൈനറ്റിക് എനർജി കൺസർവേഷൻ നോക്കും. മൊമെന്റം കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റവും കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെന്റവും ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഇവിടുത്തെ ഏതാണ്? m1 u1, ഇവിടെ ഏതാണ്? m2 u2, ഇപ്പുറത്ത് m1 v1, ഇവിടെ m2 v2. അപ്പൊ മൊമെന്റം കൺസർവേഷൻ നമ്മൾ എടുക്കുമ്പോൾ m1 u1 പ്ലസ് m2 u2 എന്തിന് ഈക്വൽ ആയിരിക്കും? m1 v1 പ്ലസ് m2 v2. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് m1 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ നമുക്ക് u1 മൈനസ് v1 വരും. അതെങ്ങനെ വന്നത് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ മൈനസ് m1 v1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് m1 v1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് m1 v1 ആയി. എന്നിട്ട് രണ്ടിൽ നിന്ന് m1 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? u1 മൈനസ് v1. അതുപോലെ തന്നെ ഈ m2 u2 നമ്മൾ സമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് m2 u2 ആയി. ഇവിടുന്ന് m2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് v2 മൈനസ് u2. ഇനി അതുപോലെ തന്നെ കൈനറ്റിക് എനർജി കൺസർവേഷൻ എടുക്കുകയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ആണ്. അപ്പൊ ഇവിടെ ബിഫോർ കൊളീഷൻ ആകുമ്പോൾ എന്താ വരുന്നത്? ഇതിന്റെ ഹാഫ് m1 u1², ഇവിടെ ഹാഫ് m2 u2². അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് m1 u1² പ്ലസ് ഹാഫ് m2 u2² ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ ഏതാണ്? ഹാഫ് m1 v1² പ്ലസ് ഹാഫ് m2 v2². എല്ലാറ്റിനും ഹാഫ് നമുക്ക് കട്ട് ചെയ്യാം. നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ m1 v1² സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആയി മാറും. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് നമ്മൾ m1 എടുക്കുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? m1 ഇൻറ്റു u1² മൈനസ് v1² ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു നേരത്തെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ m2 u2² സമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകും മൈനസ് m2 u2² ആയി. രണ്ടും കോമൺ ആയിട്ട് m2 എടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ബ്രാക്കറ്റിൽ v2² മൈനസ് u2². നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇക്വേഷൻ 2 ഇക്വേഷൻ 1 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആ വാല്യൂസ് അതുപോലെ തന്നെ നമ്മൾ എഴുതി. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ കിട്ടുന്നുണ്ട്. m1 ഇൻറ്റു u1² മൈനസ് v1² ബൈ m1 ഇൻറ്റു u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2² മൈനസ് u2² ബൈ m2 ഇൻറ്റു v2 മൈനസ് u2. ഈ m1 നമുക്ക് ക്യാൻസൽ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ m2 കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ u1² മൈനസ് v1² നമ്മൾ a² മൈനസ് b² a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് എഴുതാം. അതുപോലെ തന്നെ u1² മൈനസ് v1² u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ v2² മൈനസ് u2² v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. u1 പ്ലസ് v1 ഇൻറ്റു
u1 മൈനസ് v1 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഡിവൈഡഡ് ബൈ u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു ഇതിനെ അതെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി u2 പ്ലസ് v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 ഡിവൈഡഡ് ബൈ ഇങ്ങനെ വന്നു. അപ്പൊ ഇവിടെ നോക്കുക u1 മൈനസ് v1 ഉം u1 മൈനസ് v1 ഉം ക്യാൻസൽ ചെയ്യാം. v2 മൈനസ് u2 ഉം v2 മൈനസ് u2 ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് ആരൊക്കെയാണ്? u1 പ്ലസ് v1 ഉം അതുപോലെ തന്നെ v2 പ്ലസ് u2 ഉം. ഇതിൽ u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതിനേക്ക് നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ u2വിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് u2 ആയി, v1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് v1 ആയി. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. u1 മൈനസ് u2 ഇസ് ഈക്വൽ ടു v2 മൈനസ് v1. u1 മൈനസ് u2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇങ്ങോട്ട് അടുക്കുന്നതിന്റെ റേറ്റ്. u1 മൈനസ് u2 പറഞ്ഞാൽ ഇത് എത്ര വേഗതയിലാണോ അടുക്കുന്നത് അത്രയും വേഗതയിൽ കൂട്ടിമുട്ടലിന് ശേഷം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. അപ്പൊ കൂട്ടിമുട്ടലിന് മുന്നേ അവ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്തടുത്ത് വരണം. കൂട്ടിമുട്ടലിന് ശേഷം അതേ വേഗതയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അകന്ന് പോകുന്നുണ്ട്. ഇനി ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ ആണ്. നേരത്തെ പോലെ ഫിഗർ ആണ്. രണ്ട് ബോഡീസ് m1 ഉം അതുപോലെ തന്നെ m2. m1 u1 വെലോസിറ്റിയിൽ m2 u2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത് കൂട്ടിമുട്ടിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? m1 എന്ത് ചെയ്യുന്നുണ്ട്? v1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ വിത്ത് എക്സ് ആക്സിസ്. അതുപോലെ തന്നെ m2 v2 വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ 2 വിത്ത് എക്സ് ആക്സിസ്. ഇവിടെ തീറ്റ 1 ആണ്, ഇവിടെ ഏതാ വരുന്നത്? തീറ്റ 2 ആണ്. നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ m1 v1നെ രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. m1 v1 കോസ് തീറ്റ 1 അതുപോലെ തന്നെ m1 v1 സൈൻ തീറ്റ 1. അതുപോലെ തന്നെ ഈ m2 v2നെ രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. m2 v2 കോസ് തീറ്റ 2 അതുപോലെ തന്നെ m2 v2 സൈൻ തീറ്റ 2. അപ്പൊ 2 ഡയമെൻഷൻ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എലോങ് എക്സ് ആക്സിസ് നമ്മൾ കൺസർവേഷൻ നോക്കുകയാണ്. എലോങ് എക്സ് ആക്സിസിൽ മൊമെന്റം കൺസർവ് ചെയ്യുന്നുണ്ട്. മൊമെന്റം കൺസർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് ആക്സിസിൽ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൊമെന്റം m1 u1 ആണ്, ഇവിടുത്തെ മൊമെന്റം m2 u2 ആണ്. അപ്പൊ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ m1 u1 പ്ലസ് m2 u2 ആണ്. ഇനി ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എലോങ് എക്സ് ആക്സിസ് ആണ്. ഇവിടെ നോക്കുക എക്സ് ആക്സിസിൽ ഒരു മൊമെന്റം m1 v1 കോസ് തീറ്റ 1 ആണ്, അടുത്തത് ഏതാണ്? m2 v2 കോസ് തീറ്റ 2. അപ്പൊ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ m1 v1 കോസ് തീറ്റ 1 പ്ലസ് m2 v2 കോസ് തീറ്റ 2. ഇനി എലോങ് y ആക്സിസ് നമുക്ക് നോക്കാം. എലോങ് y ആക്സിസിൽ പിന്നെ ബിഫോർ കൊളീഷൻ മൂവ്മെന്റ് അല്ല, എക്സ് ആക്സിസിൽ മാത്രമാണ് ഈ ബോഡി മൂവ് ചെയ്യുന്നത്, y ആക്സിസിൽ മൂവ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ബിഫോർ കൊളീഷൻ y ആക്സിസിലുള്ള മൊമെന്റം 0. ഇനി ആഫ്റ്റർ കൊളീഷൻ y ആക്സിസിൽ ഒരു മൊമെന്റം അതാ നേരെ ഈ ഡയറക്ഷനിലാണ് വരുന്നത്, അത് m1 v1 സൈൻ തീറ്റ 1 ആണ്. മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നെഗറ്റീവ് ഡയറക്ഷൻ സൈൻ കൊടുത്തു, m2 v2 സൈൻ തീറ്റ 2. അപ്പൊ ആഫ്റ്റർ കൊളീഷൻ മൊമെന്റ് എന്താ വരുന്നത്? m1 v1 സൈൻ തീറ്റ 1 മൈനസ് m2 v2 സൈൻ തീറ്റ 2. ഇനി എലോങ് y ആക്സിസ് നമ്മൾ കൈനറ്റിക് എനർജി കൺസർവേഷൻ രണ്ടിലും സെയിം ആയിട്ട് നമുക്ക് എടുക്കാം. എന്താ വരുന്നത് വെച്ചെങ്കിൽ ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. കൈനറ്റിക് എനർജി കൺസർവേഷൻ. അപ്പൊ ഇവിടെ മൂവ്മെന്റ് രണ്ട് ആക്സിസിൽ കൺസർവ് ചെയ്യുന്നു, കൈനറ്റിക് എനർജി നമ്മൾ ടോട്ടലായിട്ട് കൺസർവ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നോക്കാം ഒരു ക്വസ്റ്റ്യൻ. എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി ഹാവ് സെയിം കൈനറ്റിക് എനർജി. ലൈറ്റ് ബോഡിക്കും ഹെവി ബോഡിക്കും കൈനറ്റിക് എനർജി സെയിം ആണ്. വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൂവ്മെന്റ്? ഏതിനാണ് മൂവ്മെന്റം ഗ്രേറ്റർ ആയിരിക്കുകയാണ്, കൂടുതൽ മൂവ്മെന്റ് ഉണ്ടായിരിക്കുകയാണ്? നമുക്കറിയാം കൈനറ്റിക് എനർജി കണ്ടെത്താനുള്ള ഒരു ഫോർമുലയാണ് ഇത്, പി സ്ക്വയർ ബൈ 2m. കൈനറ്റിക് എനർജി ഹാഫ് m v സ്ക്വയർ ആണ്. അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫോർമുലയാണ് ഇത്, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഇതിൽ പി എന്ന് പറഞ്ഞത് മൊമെന്റം ആണ്, എം എന്ന് പറയുന്നത് മാസ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഇൻറ്റു 2m എന്ന് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു m. കാരണം ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? കൈനറ്റിക് എനർജി പറയുന്നുണ്ട്, കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഈ കോൺസ്റ്റന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പോർഷണലിറ്റി എഴുതാം. അപ്പൊ ഇവിടെ മൂവ്മെന്റം എന്തിന് പ്രൊപ്പോർഷണലാണ്? എമ്മിന് പ്രൊപ്പോർഷണലാണ്. എന്ന് പറഞ്ഞാൽ എം കൂടുന്നതിനനുസരിച്ച് മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൂടുന്നുണ്ട്. എം കുറയുന്നതിനനുസരിച്ച് മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏത് ബോഡിക്കാണ് മാസ് എം കുറവുണ്ടായിരിക്കുക? ലൈറ്റ് ബോഡിക്കാണ്.
അതുപോലെ തന്നെ ഏത് ബോഡിക്കാണ് മൊമെന്റം കൂടുതലായിരിക്കുക? ഹെവി ബോഡിക്കാണ്. സോ ഹെവി ബോഡി വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി ഹാവ് സെയിം മൊമെന്റം. നേരത്തെ കൈനറ്റിക് എനർജിയാണ് സെയിം ആയത്, അതിന് പകരം മൊമെന്റം സെയിം ആണ്. വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? ഏതിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ? നേരത്തെ അതേ ഫോർമുല തന്നെ, K ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് മൊമെന്റം സെയിം ആണ്, അപ്പൊ പി സ്ക്വയർ സെയിം ആണ്. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു 1/m ആണ് വരുന്നത്. 1/m എന്ന് പറഞ്ഞാൽ m പറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, m കൂടുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പൊ ഏത് ബോഡിക്കാണ് ഇവിടെ ഗ്രേറ്റർ കൈനറ്റിക് എനർജി ഉണ്ടാവുക? ലൈറ്റ് ബോഡി വിൽ ഹാവ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി.